بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഞാനേറെ ആദരിക്കുന്ന ഉലമാക്കളെ, സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക രാഷ്ട്രസങ്കല്പം എന്ന തലവാചകം അത്രയൊന്നും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ല. പക്ഷേ ആനുകാലിക സാഹചര്യത്തിൽ ഈ വിഷയം ഏറെ പ്രസക്തവും പഠന പ്രാധാന്യമുള്ളതുമാണെന്ന് നാം മനസ്സിലാക്കുന്നു. എനിക്ക് പരിമിതമായ സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. അതിനകം ഈ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ സ്പർശിക്കാനാണ് ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ സജീവ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പോകാം. രാഷ്ട്രം എന്നാൽ എന്താണ്? ഇസ്ലാം വിഭാവനം ചെയ്ത രാഷ്ട്രസങ്കല്പം എന്ത്? ഇത്തരം ചോദ്യങ്ങൾക്കാണ് ഈ പ്രഭാഷണത്തിൽ നാം ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത്. വെള്ളവും കാർഷിക സാധ്യതകളും സമൃദ്ധമായ പ്രദേശങ്ങളാണ് മനുഷ്യവാസം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നത്. കാലക്രമത്തിൽ അവ ഗ്രാമങ്ങളായി, ചേരികളായി, പട്ടണങ്ങളായി, പട്ടണ പ്രാന്തങ്ങളായി വളർന്നു വികസിക്കുന്നു. മനുഷ്യാവശ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അവിടെ ചെറിയ രാഷ്ട്രീയ സംവിധാനങ്ങൾ രൂപം കൊള്ളുന്നു. ചന്തകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, കൊള്ള കൊടുക്കൽ കേന്ദ്രങ്ങൾ, ഇങ്ങനെ ഒരു രാഷ്ട്രത്തിന്റെ വളർച്ചയും പുരോഗതിയും യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്ത വീക്ഷണങ്ങൾ രൂപം കൊള്ളുന്നു. രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അവയുടെ ഏകീകൃത രൂപമായാണ് ഒരു രാഷ്ട്രം ജനിക്കുന്നത്. അപ്പോഴേക്കും ആ രാജ്യത്തിന്റെ ഭരണരൂപം ഏറെക്കുറെ തീരുമാനിക്കപ്പെട്ടിരിക്കും. ഇത് ലോകത്തുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളുടെയും ചരിത്രവും വർത്തമാനവുമാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെയും രൂപപരിണാമം ഏറെയൊന്നും വ്യത്യസ്തമല്ല. ആധുനിക രാഷ്ട്രങ്ങൾക്ക് അടിത്തറയായി വർത്തിക്കുന്നത് മനുഷ്യനിർമ്മിതമായ ഇസങ്ങളോ പാർട്ടി സംവിധാനങ്ങളോ ആണ്. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥകൾ ഒരു ഭാഗത്ത് രാഷ്ട്രത്തിന്റെ നയങ്ങളായി നിലകൊള്ളുമ്പോൾ മറുഭാഗത്ത് മുതലാളിത്ത ഫ്യൂഡൽ ചിന്താഗതികളാണ് രാഷ്ട്രത്തിന്റെ ദർശനമായി നിലകൊള്ളുന്നത്. ഇന്ത്യ പോലുള്ള ചില രാഷ്ട്രങ്ങൾ മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും തോണിയിൽ ഒരേ സമയം കാലിടാൻ ശ്രമിക്കുന്നു. ഇത്തരം രാഷ്ട്രസങ്കല്പങ്ങൾ പല തവണകളിലായി പരാജയത്തെ അഭിമുഖീകരിക്കുകയാണ്. കമ്മ്യൂണിസത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളും അവസാനിപ്പിച്ച് അവ മുതലാളിത്തത്തിലേക്ക് വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സങ്കര സംവിധാനത്തിലൂടെ രണ്ട് തോണികളിലും കാലിടാൻ ശ്രമിക്കുന്നവർ അവസാനം മുതലാളിത്തത്തിൽ ചുവടുറപ്പിക്കുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു സന്ദർഭത്തിലാണ് ഇസ്ലാമിക രാഷ്ട്രസങ്കല്പം എന്ന വിഷയം നമുക്ക് മുമ്പിൽ ചർച്ചയ്ക്കെത്തുന്നത്. ഒരു രാഷ്ട്രം ഒരു ദർശനത്തിൽ അധിഷ്ഠിതമായിരിക്കും. അതതിന്റെ സ്വാഭാവികമായ രീതിയാണ്. രാഷ്ട്രത്തിന്റെ ആധാരശിലയായാണ് ആ ദർശനം പ്രവർത്തിക്കുക. ഇസ്ലാമിക രാഷ്ട്രസങ്കല്പത്തിൽ മതാദർശങ്ങൾ തന്നെയാണ് അതിന്റെ ദർശനം. ഇസ്ലാമിന്റെ സാമ്പത്തിക ദർശനം, ഇസ്ലാമിന്റെ ഭരണസങ്കല്പം, പൗരജനതയോടുള്ള അതിന്റെ കാഴ്ചപ്പാട്, മനുഷ്യാവകാശങ്ങളിൽ സംരക്ഷിക്കുന്നതിനുള്ള ഇസ്ലാമിന്റെ പ്രതിബദ്ധത, ഇതെല്ലാം മറ്റു രാഷ്ട്രസങ്കല്പങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തവും മനുഷ്യ സ്പർശിയുമാണ്. ഒരു രാഷ്ട്രസങ്കല്പത്തിൽ മനുഷ്യർ സുരക്ഷിതരായിരിക്കണം. സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരായിരിക്കണം. തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ വേണം. സാധാരണ ജനങ്ങൾക്കും ആഹാരം ലഭ്യമാക്കണം. പാർപ്പിടം ലഭിക്കണം. ആരോഗ്യ സുരക്ഷാ മാർഗങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു രാജ്യത്ത് സമാധാനവും സൗകര്യവും നിലനിൽക്കണം. ഇതര മതങ്ങളിലും ആദർശങ്ങളിലും വിശ്വസിക്കുന്നവർക്കും സുഖത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ സാധിക്കണം. അപ്പോഴേ ഒരു രാഷ്ട്രം ഒരു രാഷ്ട്രമാവുകയുള്ളൂ. ഒരു രാഷ്ട്രസങ്കല്പം ഒരു രാഷ്ട്രസങ്കല്പമാവുകയുള്ളൂ. ഇസ്ലാം ഒരു നല്ല ജനവിഭാഗത്തെ വിഭാവനം ചെയ്യുന്നു. ആ നല്ല ജനവിഭാഗത്തെ ഈ നല്ല ഭരണകൂടം വിഭാവനം ചെയ്യുന്നു. നന്മ നിറഞ്ഞ ആ ഭരണത്തിൽ അധിഷ്ഠിതമാണ് ഒരു രാഷ്ട്രത്തിന്റെ പിറവി, അതിന്റെ പുരോഗതി, നീണ്ടുനിൽപ്പിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്നു. ഇത് കേവല സ്വപ്നങ്ങളല്ല. ചരിത്രത്തിൽ ഒട്ടേറെ തവണ ഇസ്ലാം അത് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ നിലനിൽക്കുന്നതും ദുർബല ഭരണ രാഷ്ട്ര സംവിധാനങ്ങൾ ആണെങ്കിൽ പോലും ശരിയായ ദിശയിലേക്കുള്ള തിരിച്ചുപോക്ക് സാധ്യമാണ്. അതിന് നിരന്തരമായ പഠനങ്ങളും ആലോചനകളും നടക്കേണ്ടതുണ്ട്. ഇസ്ലാമിക രാഷ്ട്രസങ്കല്പങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ പോലും പ്രയോജനമാണ്, ആവേശമാണ്. ഈ ചർച്ചകൾ കൂടുതൽ ഊർജ്ജസ്വലമായി ഇനിയും നടക്കട്ടെ. ഇസ്ലാമിന് ഒരു രാഷ്ട്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രസങ്കല്പമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമല്ല എന്ന സത്യം ലോകം തിരിച്ചറിയട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി സഹോദരങ്ങളെ, നമുക്ക് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ പുലരണം. അതിനാകട്ടെ നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.